75 മാർക്കായിരുന്നു ടോട്ടൽ. അതിൽ 55.2 കട്ട് ഓഫ് വന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആണെന്നുള്ളത്. ഈ 3000 രൂപ എന്തായിരിക്കും നിങ്ങൾക്ക് തികച്ചും എന്തായിരിക്കും റീഫണ്ടബിൾ ആയിരിക്കും. എന്ത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഇതിന്റെ ആൻസർ നിങ്ങളെ കൊണ്ട് ഞാൻ വെറും 5 സെക്കൻഡ് കൊണ്ട് പറയിപ്പിക്കും. ഇത്രേ 5 സെക്കൻഡ് കൊണ്ട് പറയിപ്പിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇന്ന് 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ എക്സാം ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒരു പ്രയോജനമില്ല. ഇത് റോങ് മെത്തേഡ് ആണ്. അതിനുശേഷം എന്താണ് റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്തായിരിക്കും മോക്ക് ടെസ്റ്റ് അല്ലെ. ഇത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഓരോ ടാസ്കിനോട് എന്തായിരിക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. തീർന്നില്ല. ഏതിന്റെ മാർക്കാണ് നോക്കുള്ളൂ? ഈ നോൺ ടെക്നിക്കൽ പേപ്പർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നോൺ ടെക്നിക്കൽ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ഈ കട്ട് ഓഫുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിലെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്താണെന്നുള്ള. ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. ആദ്യമായി വന്നിരിക്കുന്നത് ALP തന്നെയാണ്. നമ്മൾ ഓൾറെഡി റോംബസ് പറഞ്ഞിരുന്നു ആദ്യം വരുന്നത് എന്തായിരിക്കും ALP ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. ALPയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഒഫീഷ്യലായിട്ട് റെയിൽവേ ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിനുള്ളിലായിട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് കുട്ടികളാ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരമാണ്. എന്താണ് ഓൾറെഡി റെയിൽവേ വന്നു. ഇനി അങ്ങോട്ട് എന്താണ് നിരവധി റെയിൽവേ എക്സാമുകൾ വരാൻ പോണത്. റെയിൽവേ RPF വരുന്നുണ്ട്, JEE, അങ്ങനെ നിരവധി റെയിൽവേ എക്സാമുകളാണ് നിങ്ങളെ കാത്ത് ഈ വർഷം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ALPയുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. പുതിയ ക്വാളിഫിക്കേഷൻ അതുപോലെ എത്ര വേക്കൻസികളുണ്ട് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റെയിൽവേ നോട്ടിഫിക്കേഷൻ 20-ാം തീയതി ഇന്നും മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 20-ാം തീയതി കേട്ടോ. 20-ാം തീയതി മുതൽ അതായത് ജാനുവരി 20-ന് സ്റ്റാർട്ട് ചെയ്യിക്കുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ളത്. ഇത് എന്ത് ചെയ്യുന്നു നോക്കിയേ. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് എന്താണ് ഒരു മാസം കൊണ്ടിടയ്ക്ക് 19 ഫെബ്രുവരി 19-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കേട്ടോ ഈ എക്സാമിന് വേണ്ടി. ഏജ് ലിമിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്താണ് 18 to 30 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 18 to 28 ആയിരുന്നു. പിന്നെ 2 വർഷം എന്താണ് കൂട്ടി കൊടുത്തിരുന്നു. അതുപോലെ എന്താണ് 18 to 30 ആണ് ഈ പ്രാവശ്യം നമ്മുടെ എന്ത് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് OBC 3 വർഷം അതുപോലെ SC STക്ക് 5 വർഷം കിട്ടുന്നതാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എത്ര ഏത് ഏജിലുള്ളവർക്കാണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വേക്കൻസി പറഞ്ഞിരിക്കുന്ന 5696 വേക്കൻസിയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ ഇതെല്ലാം ശരിക്കും വേക്കൻസി ഞാൻ പറയുന്നു ഇത് നിങ്ങൾ കുറച്ച് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിന്റെ വേക്കൻസി കൂടുന്നതായിരിക്കും. ഒരു 15,000-നും 20-നും ഇടയ്ക്ക് എന്തായിരിക്കും വേക്കൻസികൾ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് ALP എന്തായിരുന്നു വിളിച്ചപ്പോൾ വേക്കൻസി അല്ല അത് കഴിഞ്ഞപ്പോൾ എന്തായാലും വേക്കൻസികൾ എന്തായിരിക്കും കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി 5696 വേക്കൻസി വന്നിരിക്കുന്നത്. ALP മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഈ പ്രാവശ്യം. ടെക്നീഷ്യന്റെ വിളിച്ചിട്ടില്ല കേട്ടോ. ALP മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത്ര 21 അതായത് ഇന്ന് മുതൽ എന്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്ന് വരെ ഫെബ്രുവരി 19 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് പുതിയ വല്ല മാനദണ്ഡം നമുക്ക് നോക്കാം. നേരത്തെ നമ്മുടെ റെയിൽവേ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ പാസ് പ്ലസ് എന്താണ് ITI ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക്. പിന്നെ കൂടാതെ 10ാം ക്ലാസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡിപ്ലോമ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അത് ഏതൊക്കെയാണ് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്. ഇതുള്ളവർക്കെല്ലാം എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് എന്താണ് 3 ഇയർ ഡിപ്ലോമ. ഇതിൽ തന്നെ റെയിൽവേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ട്രേഡ് ഉള്ളവർക്ക് ITIയിൽ അപ്ലൈ ചെയ്യാമെന്ന്. അത് ഇതൊക്കെ നോക്കാം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അങ്ങനെ തുടങ്ങിയ 15ഓളം ട്രേഡ് ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് ALP എക്സാം എന്ന് പറഞ്ഞത്. കൂടാതെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് സ്പെസിഫിക് ട്രേഡ് ഉള്ളവർ അല്ലെ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ബിടെക് ഉള്ളവർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള റേവ് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്താണ് ഉള്ളവർക്ക് എന്താ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതുള്ളവർക്കാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിന്റെ സെയിം എന്താണ് പറ്റുക. അതായത് മെക്കാനിക്കലി ഇലക്ട്രിക്കലി ആ ട്രേഡ് ഉണ്ടല്ലോ ആ ട്രേഡിലുള്ള നമ്മുടെ ബിടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്ന ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ സ്റ്റേജസ് ഒക്കെ നോക്കാം. എത്ര സ്റ്റേജസിന്റെ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണ്, അതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ALP 3 സ്റ്റേജ് ആണ്. 3 സ്റ്റേജിലാണ് എക്സാം നടക്കുന്നത്. അത് CBT 1 ആണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അടുത്ത എന്താണ് CBT 2 ഉണ്ട്, പിന്നെ എന്താ CBAT ഉണ്ട്, പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇതൊരു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലോക്കോ പൈലറ്റ് ആയിട്ട് നമുക്ക് നിയമനം ലഭിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 എക്സാമിന്റെ സിലബസ് എന്താണ്
എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ CBT1 അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ എക്സാം ആണ്. CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ സബ്ജക്ട് നോക്കിയേ, മാത്സ്, റീസണിങ്, സയൻസ്, ജനറൽ അവയർനെസ്. 4 ടോപ്പിക്കാണുള്ളത്. മാത്സിന് 20 മാർക്ക്, ജനറൽ ഇന്റലിജൻസിന് 25 മാർക്ക്, സയൻസിന് 20 മാർക്ക്, അതുപോലെ ജനറൽ അവയർനെസിന് 10 മാർക്ക്. ടോട്ടൽ 75 മാർക്കിന്റെ എക്സാം ആണ്. എത്രയാണ്? 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ് ടൈം ഉള്ളത്. 75 മാർക്കിന്റെ എക്സാം ആണ്. നെഗറ്റീവ് മാർക്ക് വരുന്നത് എത്രയാണ്? 1/3 ആണ് നെഗറ്റീവ് മാർക്കും വരുന്നത്. ഓക്കെ, ഇതാണ് CBT1ന്റെ എന്താണ് സബ്ജക്ട്സ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതായത് മാത്സിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് മാത്സിനുള്ളത്, ഈ സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ റോംബസ് ട്രെയിനിങ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ഞാൻ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് വന്നല്ലോ, ഓൾറെഡി ഇത്ര 75 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ എത്ര പേരാണ് എടുക്കുന്നത്? കാരണം നമുക്കറിയാം റെയിൽവേ എക്സാം ലക്ഷക്കണക്കിന് പേര് എഴുതുന്ന ഒരു എക്സാമാണ് റെയിൽവേ എക്സാം. അപ്പൊ എത്ര പേർക്കാണ് ഈ രണ്ടാമത്തെ എക്സാമിനേക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നത്? അതായത് റെയിൽവേയുടെ വേക്കൻസിക്ക് അനുസരിച്ച് എടുക്കുന്നത്. വേക്കൻസിയിൽ എത്ര? 15 ഇരട്ടി ആൾക്കാർ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എടുക്കും. വേക്കൻസിയുടെ 15 ഇരട്ടി. അപ്പൊ അങ്ങനെ ഈ 15 ഇരട്ടി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് എക്സാം എഴുതാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ സോണിലേക്ക് വേക്കൻസി കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം നോക്കിയാൽ 2018 ALPയിലെ കട്ട് ഓഫ് ആണ്. ഇത് നമ്മൾ ട്രിവാൻഡ്രം സോൺ എടുത്താൽ എത്രയാണ്? 55.24 ആയിരുന്നു ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് വന്നിരുന്നത്. അതായത് 75 മാർക്കായിരുന്നു ടോട്ടൽ, അതിൽ 55.2 ആണ് കട്ട് ഓഫ് വന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആണെന്നുള്ളത്. 75ന് 55.24. അപ്പൊ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ? ഫസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് എക്സാം എന്ന് എന്താണ്? ഒരു നോൺ ടെക്നിക്കൽ പേപ്പർ ആണ് അല്ലെ. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK, സയൻസ് അല്ലെ, ഇതൊക്കെ വിഷയങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻസോടെ തന്നെ പഠിക്കണം ഫസ്റ്റ് എക്സാം നമ്മൾ, എങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ഇനി ചെന്നൈ സോൺ, കാരണം നമ്മൾ മലയാളികൾ പലരും അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രം അല്ലെങ്കിൽ ചെന്നൈ സോണിലാണ്. അപ്പൊ ചെന്നൈ സോണിൽ എന്താണ്? 51.64 കട്ട് ഓഫ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചെന്നൈ എന്താണ് വേക്കൻസി കൂടുതലുള്ളതുകൊണ്ടാണ് കട്ട് ഓഫ് എത്രയാണ് കുറഞ്ഞത്. അപ്പോൾ ഈ വർഷം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 5-6 വർഷം LP വിളിച്ചിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും അല്ലെ. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ഈ കട്ട് ഓഫ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്താണ് ഞാൻ പറയാം, മാത്സ് റീസണിങ്ങിന് നിങ്ങൾ മാർക്ക് ഒന്ന് നോക്കിയാൽ എത്രയാണ്? 20, 25, 45 മാർക്ക് എത്രയായി? മാത്സ് റീസണിങ്ങാ. കട്ട് ഓഫ് എത്രയാണ്? 55 വന്നിരിക്കുന്നത്. അപ്പൊ മാത്സ് റീസണിങ് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങളെ ഇവിടെ കൊടുക്കണേ. മാത്സിന് നമുക്ക് ഞാൻ പറയല്ലോ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് വേണം അല്ലെ. നമുക്ക് എന്താ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനായി ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഇവിടെ ഞാൻ ഒരു കാൽക്കുലേഷൻ എടുക്കണേ. 24,340 ഡിവൈഡ് ബൈ 5. നിങ്ങൾക്കൊന്ന് ആൻസർ പറയാമോ? 24,340 ബൈ 5. ഇതിന്റെ ആൻസർ എത്രയാണ് കേട്ടോ? പലർക്കും പറയാൻ പറ്റില്ല അല്ലെ. ഒരുപാട് ടൈം എടുത്തു നിങ്ങൾ അല്ലെ. ഈ ടൈമാണ് നിങ്ങളുടെ എക്സാമിൽ പോകുന്നത്, മനസ്സിലായോ? ഇതിന്റെ ആൻസർ നിങ്ങളെ കൊണ്ട് ഞാൻ വെറും 5 സെക്കൻഡ് കൊണ്ട് പറയിപ്പിക്കും. ഇത്രേ 5 സെക്കൻഡ് കൊണ്ട് പറയിപ്പിക്കും. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളൊരു 2 മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. 2 മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ആൻസർ 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൊണ്ട് പറയിപ്പിക്കാം. അത് നിങ്ങൾക്ക് ബേസാ വേണ്ട. ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്സ് എന്താ വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കാം, 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 10/2 എന്ന് എഴുതാം അല്ലെ. 5ന് എന്താ? 10/2 ഉറപ്പാണല്ലോ. അതാണെങ്കിൽ 1/5 നമുക്ക് എഴുതാം. 1/5 അല്ലെ. 1/5 നോക്കിയാൽ തിരിച്ച് ചെയ്താൽ മതി. 2/10 എന്ന് എഴുതാം അല്ലെ. 5നെ 10/2 എന്ന് എഴുതാമെങ്കിൽ 1/5 നോക്കി എന്ത് ചെയ്യാം? 2/10 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ ഒരു ചെറിയ നമ്പർ എടുക്കുവാണേ. 120/5 എങ്ങനെ എഴുതാം? 120 എന്ത് ചെയ്യാം? ബൈ 5 നമുക്ക് എന്ത് ചെയ്താം? 1/5 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ബൈ 5 ഞാൻ ഇൻറ്റു 1/5 എന്ന് എഴുതി അല്ലെ. 1/5 നമുക്കറിയാം എന്താണ്? 2/10 ആണ് അല്ലെ. 1/5 2/10. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/5 2/10 എന്ന്. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഈ 10 എന്തായിരിക്കും? ലാസ്റ്റ് DT 0 ക്യാൻസൽ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടുത്തെ 0 ഈ 0 ക്യാൻസൽ ആയി പോകും അല്ലെ. പിന്നെ എന്ത് ചെയ്യും? ഇതിന്റെ ഡബിൾ എടുക്കും അല്ലെ. അതായത് 12 ഇൻറ്റു 2 അത് വരും 24 എന്ന ആൻസർ വരും. 24 എന്ന ആൻസർ വരും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ എന്താ? ഇതൊരു ഈവൻ നമ്പർ ആണല്ലോ. ഇത് 120. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 0 ആണല്ലോ. ലാസ്റ്റ് ഡേറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ 0 നോക്കണ്ട, അതിന് തൊട്ട് ഇപ്പത്തെ നമ്പർ നോക്കിയാൽ എത്രയാണ്? 12 അല്ലെ.
12ന്റെ ഡബിൾ എടുത്താൽ മതി. 12 ഡബിൾ എന്ന് വെച്ചാൽ ഒന്നിന്റെ ഡബിൾ 2 അല്ലെ, 2ന്റെ ഡബിൾ 4 എത്രയായി 24 നീട്ടി. ഇത്രയേ ഉള്ളൂ. 125/5 നിങ്ങൾ നോക്കിയാൽ മതി. 120/5 നോക്കിയാൽ മതി. ഒന്നിന്റെ ഡബിൾ എത്ര 2, 2ന്റെ ഡബിൾ എത്ര 4. ആൻസർ. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ നോക്കുകയാണെ. 3140/5 ഇതിന്റെ ആൻസർ എന്ന് പറയാമോ? നിങ്ങൾ ചോദിക്കുക എന്ത് വരും? 3ന്റെ ഡബിൾ അല്ലെ, 3ന്റെ ഡബിൾ എത്രയാണ് 6, 1ന്റെ ഡബിൾ 2, 4ന്റെ ഡബിൾ 8. 0 നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 3ന്റെ ഡബിൾ 6, 1ന്റെ ഡബിൾ 2, 4ന്റെ ഡബിൾ 8. ആൻസർ കിട്ടി 628 കിട്ടി. വളരെ സിമ്പിൾ അല്ലേ ഇത്? ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ആൻസർ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞേ എത്ര വരും? 8230/5. 8230/5. ആദ്യം നോക്കാം. 8ന്റെ ഡബിൾ എത്രയാ 16 അല്ലെ, 8ന്റെ ഡബിൾ 16 അല്ലെ. ഇനി അടുത്തത് 2ന്റെ ഡബിൾ എത്രയാണ് 4, 3ന്റെ ഡബിൾ എത്രയാണ് 6. എത്ര കിട്ടി? 1646 കിട്ടി. ഇത്രയുള്ളേ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്രയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് വളരെ സിമ്പിളാ. എങ്കിൽ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 24,340/5. നിങ്ങൾ പറഞ്ഞ ആൻസർ കണ്ടാ, പലരും പറഞ്ഞ ആൻസർ എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. എന്താണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെന്ന് ഞാൻ പറയാം. എന്ന് നോക്കിയേ, 2ന്റെ ഡബിൾ എത്രയാണ് 4, 4ന്റെ ഡബിൾ എത്ര 8, 3ന്റെ ഡബിൾ എത്ര 6, 4ന്റെ ഡബിൾ എത്രയാണ് 8. ആൻസർ കിട്ടി നമുക്ക് അല്ലെ. എത്ര 4868 നമുക്ക് ആൻസർ കിട്ടി. 2ന്റെ ഡബിൾ 4, 4ന്റെ ഡബിൾ 8, 3ന്റെ ഡബിൾ 6, 4ന്റെ ഡബിൾ 8. 4868 കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ. ഈവൻ നമ്പർ ലാസ്റ്റ് 0 അവസാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ 0 നോക്കണ്ട, അതിന് മുമ്പുള്ള എല്ലാ നമ്പറിനും എന്ത് എടുത്താൽ മതി? ഡബിൾ എടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ ഓൾ നമ്പർ ആകുമ്പോൾ വേറെ ട്രിക്കാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ട്രിക്കുകളുണ്ട്. ഈ ട്രിക്കുകൾ അറിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റെയിൽവേ കഴിഞ്ഞ ALPക്ക് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാവേ. റെയിൽവേടാ ഇവിടെ ശ്രദ്ധിക്കേ. കഴിഞ്ഞ ALP 2018 ഷിഫ്റ്റ് 3 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് നോക്കിയേ. വാട്ട് ഈസ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 18, 20, 25. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. ഏറ്റവും ചെറിയ എന്താണ് 5 അക്ക നമ്പർ ഏത്? എക്സാക്ട്ലി പൂർണ്ണമായും എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 12, 18, 20, 25 എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാണ്, ഈ വർഷം വരെ നമുക്ക് എന്താ എക്സാം എന്താ മലയാളത്തിൽ എഴുതാൻ സാധിക്കുന്ന, മലയാളത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ റെയിൽവേ എക്സാമുകൾ. അപ്പോൾ ഇത് നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ട്രിക്കിലൂടെ പറഞ്ഞു തരാൻ പോവുകയാണ് അല്ലെ. ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറയാൻ പോകണം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, കൺവെൻഷൻ വരെ എത്ര സമയം എടുക്കും എന്ന് പറയാണ്. ഫസ്റ്റ് ഞാൻ ട്രിക്ക് പറയാണ്. ഇവിടെ പറഞ്ഞേക്കാൻ നോക്കിയേ, ഏതൊക്കെ നമ്പറാണുള്ളത്? 12, 18, അതുപോലെ 20, 25. ഇത്ര നമ്പറാണുള്ളത് അല്ലെ. ഇതിന്റെ എന്താണ് ഡിവിസിബിൾ ബൈ ആണ് നമ്പർ. ഏറ്റവും ചെറിയ 5 അക്ക നമ്പറാണ് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 9 എന്ന് എഴുതാം അല്ലെ. 2 × 9. അപ്പോൾ 18 വെച്ച് മൾട്ടിപ്ലൈ ആവണ എല്ലാ നമ്പറും എന്തായിരിക്കും? 9ന്റെയും മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പോൾ 9ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ നോക്കണം? അക്കങ്ങളുടെ തുക എന്തായിരിക്കും? 9 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? ആ നമ്പർ 9 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ അക്കങ്ങളുടെ തുക നോക്കിയാൽ 1 + 0 + 0 1 ആണ്. 1 9 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. ചിലപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി നോക്കിയാൽ 1 + 0 + 8 + 0 + 0 എത്ര? 1 + 8 9. അപ്പോൾ എത്രയാണ്? 9 വെച്ച് ഡിവിസിബിളാ. 9 വെച്ച് ഡിവിസിബിളാ. ചിലപ്പോൾ ഓപ്ഷൻ ബി വരാം. ഇനി അടുത്ത നോക്കിയാൽ 1 + 1 2, 2 + 2 4, 4 + 5 9. അതും 9. അപ്പോൾ എന്താണ്? ഈ നമ്പർ 9 വെച്ച് ഡിവിസിബിളാ. അടുത്ത നോക്കിയേ 1 + 6 7, 7 + 8 15. 15 എത്ര? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. therefore ഓപ്ഷൻ ബി അല്ല. അപ്പോൾ രണ്ട് ഓപ്ഷൻ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 12 നോക്കിയേ. 12 നമുക്ക് എഴുതാം 3 × 4 എന്ന് എഴുതാം അല്ലെ. 12ന്റെ മൾട്ടിപ്പിൾ എല്ലാം എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കണം? അവസാനത്തെ രണ്ടക്കം എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിൽ 4ന്റെ മൾട്ടിപ്പിൾ. അത് ഓപ്ഷൻ ബിയും സിയും. ഇവിടെ നോക്കിയാൽ 0 0 അത് 4ന്റെ മൾട്ടിപ്പിൾ. 2 0 എന്താ? 4ന്റെ മൾട്ടിപ്പിൾ. therefore ഓപ്ഷൻ ബി 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നോക്കിയാൽ 50 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം 48 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പോൾ 50 4ന്റെ മൾട്ടിപ്പിൾ അല്ല. therefore ഓപ്ഷൻ സി അല്ല. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി എത്രയാണ്? 10800. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇന്ന് 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ,
ഇനി ഇത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഈ പെട്ടെന്ന് ചെയ്തത് നിങ്ങൾ കാണിച്ചു തരാം. ഇത് കൺവേർഷൻ വരെ നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയാം, ഇതിന്റെ എൽസിഎം കണ്ടുപിടിക്കണം. ഏതിന്റെയൊക്കെ 12, 18, 25ന്റെ എൽസിഎം. അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുമായിരിക്കും അല്ലേ? ഓരോന്നും ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ എൽസിഎം കണ്ടുപിടിക്കും അല്ലേ? എൽസിഎം എല്ലാത്തിനെയും കണ്ടുപിടിച്ച് എത്ര കിട്ടും നമുക്ക്? ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ 900 എന്ന് എൽസിഎം കിട്ടും. പക്ഷെ അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കിയേ, ഏറ്റവും ചെറിയ 5 അക്ക നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ 5 അക്ക നമ്പർ എത്രയാ? 10,000 അല്ലേ? 10,000 ആണ് 5 അക്ക നമ്പറിൽ ഏറ്റവും ചെറുത്. അപ്പോൾ 10,000 എടുക്കുക നമ്മൾ അല്ലേ? 10,000 എന്ത് ചെയ്യണം? ഈ എൽസിഎം വെച്ച് ഡിവൈഡ് ചെയ്യണം. 10,000 ഈ എൽസിഎം വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇതുപോലെ എന്തായിരിക്കും റിമൈൻഡർ കിട്ടുക എത്ര? 100 എന്നുള്ള അല്ലേ? ആ റിമൈൻഡർ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ആൻസറൊക്കെ കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ 10,000 പ്ലസ് എന്ത് ചെയ്യണം? ഈ നമ്പർ എൽസിഎം എടുത്തിട്ട് മൈനസ് റിമൈൻഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ടൈം എടുക്കും? നിങ്ങളുടെ എൽസിഎം കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് എടുത്തിരിക്കാം. അതിനുശേഷം എൽസിഎം കണ്ടിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കി റിമൈൻഡർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് 30 സെക്കൻഡ് കൂടുതൽ എടുക്കും അല്ലേ? പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയായിരിക്കും? 2 മിനിറ്റോളം നിങ്ങളെ എക്സാമിൽ പോകും. അങ്ങനെ നിങ്ങൾ എക്സാം ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒരു പ്രയോജനമില്ല. ഇത് റോങ് മെത്തേഡാണ്. നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും ഏതെല്ലാം ബുക്കുകൾ എടുത്താലും നിങ്ങൾ എന്തായിരിക്കും? ഈ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ റോംബസിൽ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇതുപോലെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് നോക്കി ഞങ്ങൾ ആൻസർ കണ്ടെത്തണം. എങ്ങനെയാണ്? ഈ പെന്ന് ഉപയോഗിക്കാതെ സെക്കൻഡ്സിനുള്ളിൽ ഓപ്ഷനിൽ നിന്ന് എലിമിനേഷൻ ചെയ്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പിക്ക് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ റോംബസിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് റോംബസ് വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ കണ്ട പോലെ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തുക, അതാണ് റോംബസിൽ ചെയ്യുന്ന ഓരോ കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബേസ് അടിത്തറന്നിട്ട് കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഏതെല്ലാം ആൻസറുകൾ വരാം, ഏതെല്ലാം വരത്തില്ല എന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്നു. ഇത് റോംബോസ് യൂണിക് ഷോർട്ട് ട്രിക്സ് എന്ന് പറയും. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതുപോലെ എന്താണ് നമ്മുടെ GK സബ്ജക്റ്റുകളും നമ്മൾ എന്തായിരിക്കും ഇതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ മാത്സ് ഞാൻ പറഞ്ഞു, അതുപോലെ റീസണിങ് ഇതുപോലെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ GK സബ്ജക്റ്റുകളാണെങ്കിൽ തന്നെ അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നല്ലോ. പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിരുന്ന 5-6 വർഷത്തെ അത് എടുത്ത് വെച്ചിട്ട് സോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിലും നമ്മൾ എന്താണ് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതെല്ലാം ഇമ്പോർട്ടൻറ്റ്, കാരണം വാരി വലിച്ച് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല ഇത് GK എന്ന് പറഞ്ഞാൽ. അതും എന്ത് ചെയ്യും, നമ്മൾ സോർട്ട് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ റെയിൽവേ എക്സാമിന് വേണ്ടി റോംബസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ALPക്ക് വേണ്ടി ഏറ്റവും പുതിയ ക്ലാസ്, അത് 2024 ALP എക്സാമിന് വേണ്ടി പുതിയ ബാച്ച് ഫെബ്രുവരി 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരിനാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറയാം. കൂടാതെ ഞാൻ പറയാലോ, നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ആയിട്ട് വരുന്നത് 3000 രൂപയാണ്. ഈ 3000 രൂപ എന്തായിരിക്കും? നിങ്ങൾക്ക് തികച്ചും എന്തായിരിക്കും? റീഫണ്ടബിൾ ആയിരിക്കും. എന്ത്? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അതായത് നിങ്ങൾക്ക് 3000 രൂപ അഡ്മിഷൻ ഫീസിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 5 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. 5 ദിവസം നിങ്ങൾക്ക് ക്ലാസ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഈ ഫുൾ എമൗണ്ട് എന്തായിരിക്കും? റീഫണ്ട് ആയിരിക്കും കേട്ടോ. അത് ഞങ്ങളുടെ കണ്ടന്റിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞാൻ റോംബസിൽ ചേർന്ന ഓരോ വിദ്യാർത്ഥിയും എന്തായിരിക്കും? ഒരുപാട് കുട്ടികൾ എന്താ റെഫർ ചെയ്യണം. കാരണം ഞങ്ങൾ ആ കണ്ടന്റ് നല്ലൊരു കണ്ടന്റാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റാരും നൽകാത്ത, അത് ഞങ്ങൾക്ക് അവകാശപ്പെടാം. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, യൂട്യൂബിൽ നോക്കി കിട്ടാവുന്ന ഒരു ക്ലാസ് അല്ല നിങ്ങൾക്ക് റോംബസ് കിട്ടും. റോംബസിൽ ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ക്ലാസ് കണ്ടു നോക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ കൂടാതെ ഞാൻ പറയല്ലോ, ഒരു റിപ്പബ്ലിക് ഡേയുടെ ഓഫറായിട്ട് നമ്മളൊരു 20% ഓഫറും നമ്മുടെ ടോട്ടൽ കോഴ്സ് ഫീൽ വരുന്നുണ്ട്. അത് നോക്കി ജാനുവരി 31 വരെ ആ ഓഫറുകളിൽ 500 പേർക്ക് കേട്ടോ, ആദ്യം ചേരുന്ന 500 പേർക്ക് ഈ ഓഫറുകൾ 20% ഓഫറും നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ആ 20% ഓഫർ ലഭിക്കുന്നവരോട് ഞാൻ പറയാണ്, അവർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും? 3000 രൂപ തിരിച്ചു നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഡീറ്റെയിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. ഈ നമ്മുടെ ALP ഗോൾഡ് ബാച്ചിൽ വരുന്നത് 6 ലൈവ് ക്ലാസ് സെഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കിട്ടുന്നത്. എല്ലാ ആഴ്ചയിലും എന്തായിരിക്കും? 6 ലൈവ് ക്ലാസ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ എന്താണ് 400+ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ടന്റ് എല്ലാം വെൽ സോർട്ടഡ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യേണ്ടത് സോർട്ടഡ് ആയിട്ടുള്ള വിന്നേഴ്സ് കണ്ടന്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് നിങ്ങൾക്ക് വേറെ സോഴ്സ് നിങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ടു പഠിച്ചത് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. അടുത്തത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഞങ്ങളുടെ എല്ലാ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് നമ്മൾ ഈ ബാച്ചിലെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ റോംബസ് കാൽക്കുലേഷൻ ട്രിക്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ ചെയ്തു നോക്കിയില്ലേ 5ന്റെ ഡിവിഷനൊക്കെ,
അതുപോലെ നിരവധി കാൽക്കുലേഷൻ ട്രിക്സ് ഉണ്ട് അല്ലെ. 25, 125 ആണ് ഡിവിഷൻ അല്ലെ. ഇതിന്റെ സ്പീഡ് നിങ്ങൾ കൂട്ടും. അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കാൽക്കുലേഷൻ, സ്ക്വയർ റൂട്ട്, ക്യൂബ്. ഇതിന് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ട്രിക്സ് ഉണ്ട്. ഒരു 100ഓളം വരുന്ന കാൽക്കുലേഷൻ ട്രിക്സ് ഉണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി അടുത്ത നോക്കിയേ, നമ്മുടെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം. അതായത് ആദ്യം നിങ്ങൾക്ക് ബേസ് അറിയണം. ബേസ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ്, മാത്സ് ഒക്കെ വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഏതൊക്കെ ആൻസർ വരാം, ഏതൊക്കെ വരില്ല എന്നാൽ കൃത്യമായി ബേസ് നൽകിക്കൊണ്ട് എന്തായിരിക്കും ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ എലിമിനേഷൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ. ലൈവ് ക്ലാസ്സിലായി. കാരണം എന്താ വെച്ചാൽ ലൈവ് ക്ലാസ്സിൽ കുട്ടികൾക്ക് ഡൗട്ട്, ഓപ്ഷൻ എലിമിനേഷൻ തന്നെ ഡൗട്ട് വരും എന്തുകൊണ്ടാണെന്നുള്ള. അപ്പോൾ ലൈവ് ക്ലാസ്സിലാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് കൂടുതൽ പറയുന്നത്. ഇനി സ്മാർട്ട് പ്രിപ്പറേഷൻ ടെക്നിക്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ബുക്ക് മേടിച്ചിട്ട് GKയും ടോപ്പിക്കും അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതല്ല വേണ്ടത്. സ്മാർട്ടായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റെയിൽവേ എക്സാമിൽ റെയിൽവേ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അത് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് പൾസ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം കളക്കാൻ സാധിക്കുള്ളൂ. ഓരോ സബ്ജക്റ്റും ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഏതിനാണ് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന മാത്സിന്റെ ടോപ്പിക്സ് ഏതാണ്, ആ ടോപ്പിക്കിലെ സബ് ടോപ്പിക് ഏതാണ് അല്ലെ. അതുപോലെ GKയിലും അതിൽ ഏത് സബ് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ വന്നത് അത് കൃത്യമായി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അതായത് എഫർട്ട് കുറച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ ടെക്നിക്ക് എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഇനി അത് നോക്കിയ PDF നോട്ട്സ്. ഇതിനുശേഷം നിങ്ങൾക്ക് PDF നോട്ട്സ് ലഭിക്കുന്നതാണ്. PYQ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 10,000-ൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കും. 10,000-ൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓരോ എല്ലാ സബ്ജക്റ്റിനും കൂടി വരുമ്പോൾ അത് ഓരോ സബ് ടോപ്പിക് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോഗ്രഫി എന്ന സെക്ഷൻ എടുക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫി റിവേഴ്സിൽ നിന്നായിരിക്കും സബ് ടോപ്പിക്. റിവേഴ്സിൽ നിന്ന് റെയിൽവേ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താകും നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞിട്ട് നൽകും. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ പഠിക്കണം, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ടോപ്പിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതും മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് നമ്മൾ എല്ലാ ടോപ്പിക്കിന് ശേഷം എന്തായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അടുത്തത് മോക്ക് ടെസ്റ്റ്. ഇതിന് ശേഷം മോക്ക് ടെസ്റ്റ് അല്ലെ. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടു, ലൈവ് ക്ലാസ് കണ്ടു അല്ലെ. പിന്നെന്താ നമ്മൾ ട്രിക്സ് എല്ലാം പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, PDF നോട്ട്സ് കിട്ടി, പ്രീവിയസ് ഇയറിന്റെ PDF നോട്ട്സ് കിട്ടി. പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത് മോക്ക് ടെസ്റ്റ്. പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തായി നിങ്ങളുടെ എക്സാമിൽ ആ സ്പീഡ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ മോക്ക് ടെസ്റ്റ് എഴുതിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചിലർക്ക് എന്തായിരിക്കും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാർക്കുകൾ കുറഞ്ഞിരിക്കാം അല്ലെ. മാർക്ക് എന്ത് ചെയ്യും കുറയാം. അപ്പോൾ മാർക്ക് കുറയുമ്പോൾ പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും കൃത്യമായിട്ട് മെന്റേഴ്സ് നിങ്ങൾക്ക് ഒരു ടൈം അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ജയിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിക്കുന്നു അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും നല്ല കണ്ടന്റും ക്ലാസ്സുകളും തരും. നിങ്ങൾ കൂടി 100% പഠിക്കാൻ എന്തായിരിക്കും നിങ്ങൾ അടുത്ത വർഷം ഗവൺമെന്റ് സർവീസിലേക്ക് റെയിൽവേയിലിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിന്റെ എന്താണ് ഓരോ ദിവസത്തെ ടാസ്കും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഇത് 120 ടാസ്കുകളാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാച്ച് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 5 മാസം, അടുത്ത 5 മാസം റോംബസിന്റെ ടീം തന്നെ എന്താ റെയിൽവേ എക്സാമിന് വേണ്ടി ALP തുടങ്ങിയ നിരവധി റെയിൽവേ SSC എക്സാമിന് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി വെൽ സക്സസ്ഫുൾ നമ്മൾ 120 ടാസ്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന വെച്ചാൽ 4 റെക്കോർഡ് ക്ലാസ്സിലുണ്ടാവും. 4 റെക്കോർഡ് ക്ലാസ് 20-30 മിനിറ്റ് ആയിരിക്കും ഒരു ക്ലാസ്സിന്റെ ലെങ്ത് വരുന്നത്. അങ്ങനെ 4 റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. 4 റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ആ 4 വീഡിയോസ് നിങ്ങൾ ഡെയിലി കണ്ടല്ലോ, ആ വീഡിയോസിന്റെ എന്തായിരിക്കും മോക്ക് ടെസ്റ്റ്. അതിൽ ആ വീഡിയോസിലെ വരെ കണ്ടന്റ് വെച്ച് എന്തായിരിക്കും മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ വീഡിയോസിന്റെ എല്ലാം എന്തായിരിക്കും PDF നോട്ട്സും PYക്കും. അപ്പോൾ ഒരു ടാസ്ക് തന്നെ നോക്കി വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം തന്നെ എന്തായിരിക്കും വീഡിയോസ് കണ്ട് തീർത്ത് റെക്കോർഡ് വീഡിയോസ് നിങ്ങൾ കണ്ടു. പിന്നെ എന്ത് കിട്ടി നിങ്ങൾക്ക് അതിന്റെ PDF നോട്ട്സ് കിട്ടിയ സോർട്ടഡ് ആയിട്ടുള്ള. അതിനുശേഷം ആ ടോപ്പിക്കിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്തായിരിക്കും എങ്ങനെ ആ ടോപ്പിക്ക് പഠിക്കണം, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ടോപ്പിക്ക് റെയിൽവേ എക്സാമിന് എന്ന് മനസ്സിലാക്കും കേട്ടോ. അതിനുശേഷം എന്താണ് റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്തായിരിക്കും മോക്ക് ടെസ്റ്റ് അല്ലെ. ഇത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഓരോ ടാസ്കിനും എന്തായിരിക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. തീർന്നില്ല, ഇത് കഴിഞ്ഞ് ഓരോ ടോപ്പിക് എന്തായിരിക്കും ചിലപ്പോൾ 2-3 പാർട്ടൊക്കെ ഉണ്ടാവും ചില ടോപ്പിക് വരുമ്പോൾ. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ അല്ലെ. റിവിഷൻ ക്ലാസ് ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ
ക്രിസ്റ്റൽ ക്ലിയർ. നിങ്ങൾക്ക് ഡൗട്ടുള്ള സെഷനൊക്കെ എന്തായിരിക്കും എല്ലാം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. PY കൂടി മനസ്സിലാക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിളാണ്. ലാസ്റ്റ് എന്തായിരിക്കും നമുക്ക് ഇത് കൂടാതെ നമുക്ക് എന്തായിരിക്കും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾ എന്തായിരിക്കും സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. അത് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ഒരു 10 ദിവസം കഴിയുമ്പോഴുള്ള ഒരു എക്സാം കഴിയുമ്പോൾ സ്പീഡും അതിനുശേഷം 20 ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സ്പീഡിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പണ്ട് ഓരോ പ്രോബ്ലം എന്താണ് പെൻ ഉപയോഗിച്ച് ഒരുപാട് ടഫാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ തന്നെ എന്തായിരിക്കും സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാപ്തരാക്കി നിങ്ങൾ എന്തായിരിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് റെയിൽവേയിലേക്ക് ജോലിയിലേക്ക് എത്തിക്കുക. അതാണ് റോംബസിന്റെ ലക്ഷ്യം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പാർട്ട് 2. ഞാൻ CBT 1 പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയിരുന്നത് അല്ലേ. CBT 1 ജയിച്ചാൽ മാത്രമേ CBT 2 നമുക്ക് എന്താണ് പ്രവേശനം ലഭിക്കുകയുള്ളൂ അല്ലേ. ഇനി നമുക്ക് CBT 2 നോക്കാം. CBT 2 നോക്കിയാൽ 2 എക്സാം ഉണ്ട്. CBT 2 2 എക്സാം ഉണ്ട്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറഞ്ഞ ഒരു നോൺ ടെക്നിക്കൽ എക്സാം. നമ്മൾ നേരത്തെ ഇതുപോലെ മാത്സ്, റീസണിങ്, GK അല്ലെ, സയൻസ്, GK ഒക്കെ വരുന്നത് അല്ലേ. അത് വരുന്നത് ടോട്ടൽ എത്ര 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1.5 മണിക്കൂർ ടൈം എത്രയാണ്. അതിന്റെ റാങ്കാണ് നമ്മുടെ മെറിറ്റിൽ വരുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാമാണ്. ഞാൻ പറഞ്ഞു ഈ എക്സാമാണ് നിങ്ങളുടെ മെറിറ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന ഒരു ഘടകം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാമാണ്. ഇനി അടുത്ത എക്സാം എന്ന് വെച്ചാൽ പാർട്ട് ബി ആ. പാർട്ട് ബി നോൺ ടെക്നിക്കൽ എക്സാമാണ്. ഇത് നോൺ ടെക്നിക്കൽ, ഇത് ടെക്നിക്കൽ എക്സാം. അതായത് നിങ്ങളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എക്സാമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ മാത്രം മതി. അതായത് 35% മാർക്ക് മാത്രം ലഭിച്ചാൽ മതി. അതിന് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ എക്സാമാണ്. ജസ്റ്റ് ക്വാളിഫൈ മാത്രം ലഭിച്ചാൽ മതി. അതിന്റെ മാർക്ക് എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല ഫൈനൽ ലിസ്റ്റിൽ. ഏതിന്റെ മാർക്കേ നോക്കുള്ളൂ, ഈ നോൺ ടെക്നിക്കൽ പേപ്പർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നോൺ ടെക്നിക്കൽ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നിങ്ങൾ ഒരു ഒറ്റ പഠിത്തം ഒരു കോഴ്സ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആയി. അടുത്തത് നമുക്ക് പറയാം 8 ടൈംസ്, അതായത് ഇനി ഒരു എക്സാം ഉണ്ട് CBAT, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിലേക്ക് ഈ എക്സാമിന് 8 ഇരട്ടി ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. വേക്കൻസിയിലെ 8 ഇരട്ടി ആൾക്കാരെ ആ എക്സാമിലേക്ക് എടുക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ കട്ട് ഓഫ് നോക്കാൻ നോക്കും. CBT 2 കട്ട് ഓഫ് നോക്കിയാൽ ട്രിവാൻഡ്രം 69 പോയിന്റ് എത്രയായിരുന്നു, 39 ആയിരുന്നു. അതുപോലെ ചെന്നൈയിൽ എത്രയായിരുന്നു, 60.26 ആയിരുന്നു കേട്ടോ. 60.26 ആയിരുന്നു. അപ്പൊ ഈ കട്ട് ഓഫുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിലെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്താണെന്നുള്ള. ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത നോക്കിയാൽ അടുത്ത CBAT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് നോക്കിയാൽ സ്കോർ മിനിമം എത്രയാണ്, 42 സ്കോർ ഈച്ച് ടെസ്റ്റ് ബാറ്ററീസ് ആണ് വേണ്ടത്. അത്രയാണെങ്കിൽ നമുക്ക് ഇതിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം ഫൈനൽ ടെസ്റ്റ് ആണ്. ഫൈനൽ സെലക്ഷൻ പറയുന്നത് 70% CBT 2 നമ്മുടെ പാർട്ട് എ കണ്ടില്ലേ, നോൺ ടെക്നിക്കലി, അതിന്റെ 70% മാർക്കും ഈ CBAT 30% മാർക്കുമാണ് നമ്മൾ എന്ത് ഫൈനൽ സെലക്ഷൻ കാണുന്നത്. ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തായിട്ടായിരിക്കും ഒരു ലിസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ കട്ട് ഓഫ് വരുന്നത്. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അവസാനത്തെ ഒന്ന് നോക്കാം. നോക്കിയേ, ട്രിവാൻഡ്രത്ത് നോക്കിയാൽ 76.78 ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അത് ചെന്നൈയിലേക്ക് വന്നപ്പോൾ 71.39 ആയിരുന്നു അവസാന കട്ട് ഓഫ് വന്നിരുന്നത് കേട്ടോ. അതായത് CBT 1, CBT 2, CBAT കഴിഞ്ഞുള്ള കട്ട് ഓഫ് ആണ് ട്രിവാൻഡ്രത്ത്, അതുപോലെ ചെന്നൈയിലും ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര 3 എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ ഒരു 6 മാസം കൊണ്ട് എന്താണ് നല്ലൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. CBT 1 ക്രാക്ക് ചെയ്യാൻ, CBT 2 ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ജോബ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥമായിട്ട് പഠിക്കണം അല്ലെ. നിങ്ങൾ ആ ചെയ്യുന്നത് 35,000 രൂപയിൽ കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു ജോലി, അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ ചാൻസും അതുപോലെ സാലറി ഒരുപാട് കിട്ടുന്ന പോസ്റ്റാണ് ഇത് ലോക്കോ പൈലറ്റ്. ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ലോക്കോ പൈലറ്റ് ആവും, ഹൈ സ്പീഡ് ഉണ്ട്, ഇതിനൊക്കെ ലക്ഷങ്ങൾ സാലറിയാണ് വരുന്നത്. പ്രൊമോഷനും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്, നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്തത് ഞാൻ പറയുന്ന ഫീസ് പറയാലോ. അതായത് ജനറൽ മെയിൽ ആണെങ്കിൽ എത്രയാ, ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സിനെ ഉദ്ദേശിച്ചു കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സ് എത്രയായിരിക്കും, 50 രൂപയായിരിക്കും. അതുപോലെ ഫീമെയിൽസ്, SC, ST, സർവീസ്മാൻ, പിന്നെ ട്രാൻസ്ജെൻഡർ ഒക്കെ എന്തായിരിക്കും 250 രൂപയായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഈ എല്ലാ ഫീസും എന്തായിരിക്കും റീഫണ്ടബിൾ ആണ്. നിങ്ങൾ CBT 1 എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും റീഫണ്ടബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കാം. ഓരോ സോൺ അനുസരിച്ചാണ് റെയിൽവേ എന്ത് ചെയ്യണത്,
ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. നമുക്ക് ട്രിവാൻഡ്രം എന്നുള്ളത് എന്ത് ചെയ്യുക, ട്രിവാൻഡ്രത്തെ സൈറ്റ് ഉണ്ട് അല്ലെ, www.rrb.tiruvananthapuram.gov.in സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന. അപ്പോൾ ഏത് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ചെന്നൈ ആണെങ്കിൽ ചെന്നൈയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഫെബ്രുവരി 1 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴേക്കാവുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക. 3000 രൂപയാണ് അഡ്മിഷൻ ഫീസ്. കൂടാതെ 20% ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര? ജാനുവരി 31 വരെ ആദ്യത്തെ 500 പേർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. നിരവധി റെയിൽവേ എക്സാമുകളാണ് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് RPF വിളിക്കുന്നുണ്ട്, JEE വരുന്നുണ്ട്, NTPC, ഗ്രൂപ്പ് ഡി, നിരവധി എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വർഷമാകട്ടെ റെയിൽവേ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Download the Romus Learning app